السلام عليكم ورحمة الله وبركاته. الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له لا ضد له ولا ند له ولا مثيل. ونشهد أن محمدا عبده ورسوله وحبيبه وخليله بلغ الرسالة وأدى الأمانة. صلى الله عليه وعلى آله وأصحابه وبارك وسلم تسليما كثيرا كثيرا. أما بعد فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. قل إن كان آباؤكم وأبناؤكم وإخوانكم وأزواجكم وعشيرتكم وأموال اقترفتموها وتجارة تخشون كسادها ومساكن ترضونها أحب إليكم من الله ورسوله وجهاد في سبيله فتربصوا حتى يأتي الله بأمره والله لا يهدي القوم الفاسقين. صدق الله العظيم. إنما الأعمال بالنيات وإنما لامرئ ما نوى. فمن كانت هجرته إلى دنيا يصيبها أو إلى امرأة ينكحها فهجرته إلى ما هاجر إليه. صدق رسوله النبي الكريم. സർവശക്തനായ അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല സർവ്വലോകത്തിനും അനുഗ്രഹമായിട്ടാണ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഈ ലോകത്തേക്ക് നിയോഗിച്ചയച്ചിട്ടുള്ളത്. ആ പ്രവാചകൻ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സമുദായത്തിന് നബി തങ്ങളോട് ധാരാളം കടമയും കടപ്പാടുമുണ്ട്. അതിൽ ആദ്യത്തെ കടമയാണ് മുഹബ്ബത്തു റസൂൽ. അല്ലാഹുവിന്റെ പ്രവാചകന്റെ അനുയായികളായ നാം ഓരോരുത്തരും പ്രവാചകനെ സ്നേഹിക്കണം. മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ പ്രവാചക സ്നേഹത്തെ പരിചയപ്പെടുത്തിയത് ഈമാനിന്റെ അളവുകോലായിട്ടാണ്. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയുണ്ടായി, ലാ യുഅ്മിനു അഹദുകും ഹത്താ അകൂന അഹബ്ബ ഇലൈഹി മിൻ വാലിദിഹി വ വലദിഹി വന്നാസി അജ്മഈൻ. നിങ്ങൾ ആരും യഥാർത്ഥ സത്യവിശ്വാസികളായി തീരുകയില്ല. ഹത്താ അകൂന അഹബ്ബ ഇലൈഹി, ഞാൻ അവന്റെ അടുക്കലേക്ക് ഏറ്റവും പ്രിയങ്കരനായി തീരുന്നത് വരെ. വാലിദിഹി, അവന്റെ പിതാവിനേക്കാൾ, വലദിഹി, അവന്റെ സന്താനങ്ങളെക്കാൾ, വന്നാസി അജ്മഈൻ, മുഴുവൻ ജനങ്ങളെക്കാൾ. അപ്പോൾ നമ്മുടെ ഹൃദയത്തിൽ ഏറ്റവും കൂടുതൽ സ്നേഹവും ആദരവും മുഹമ്മദിനോടായിരിക്കണം സല്ലല്ലാഹു അലൈഹി വസല്ലം.
അല്ലാഹുവിന്റെ പ്രവാചകന്റെ സഹാബിമാരുടെ ഹൃദയത്തിൽ, താബിഈങ്ങൾ പണ്ഡിതന്മാർ അവരുടെ ഹൃദയത്തിൽ പ്രവാചക സ്നേഹം ശരിയായി കുടികൊണ്ടിരുന്നു. ഇമാം മാലിക് റഹിമഹുല്ലാഹ് വലിയൊരു മുഹദ്ദിസും ഫഖീഹുമായിരുന്നു. മസ്ജിദുൻ നബവിയിൽ അദ്ദേഹം ദർസ് നടത്തുമായിരുന്നു. അദ്ദേഹത്തിന്റെ ദർസിൽ വൈദേശികരായ 200 പേര് എല്ലാ ദിവസവും ഉണ്ടാകുമായിരുന്നു. അല്ലാഹുവിന്റെ പ്രവാചകനോടുള്ള സ്നേഹത്തിന്റെ പേരിൽ പുണ്യ മദീന വിട്ട് മറ്റെങ്ങോട്ടും യാത്ര ചെയ്തിട്ടില്ല. ഇമാം മാലിക് റഹിമഹുല്ലാഹ് നിർബന്ധമായ ഒരു ഹജ്ജ് കൊണ്ട് സായൂജ്യം അടഞ്ഞ് പുണ്യ മദീനയിൽ അല്ലാഹുവിന്റെ പ്രവാചകന്റെ ചാരത്തും മൂലത്തും അന്ത്യവിശ്രമം കൊള്ളാനുള്ള അതിയായ ആഗ്രഹത്തിൽ മദീനയിൽ തന്നെ കഴിഞ്ഞുകൂടിയ മഹാനായിരുന്നു. വർഷങ്ങൾ പലതും കഴിഞ്ഞുപോയി. ഒരു ദിവസം രാത്രി ഉറങ്ങുമ്പോൾ അല്ലാഹുവിന്റെ പ്രവാചകൻ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വപ്നത്തിൽ ദർശിക്കുകയാണ്. അല്ലാഹുവിന്റെ പ്രവാചകനോട് ഇമാം മാലിക് പറഞ്ഞു, അല്ലാഹുവിന്റെ പ്രവാചകരെ, അങ്ങയോടുള്ള സ്നേഹത്തിന്റെ പേരിൽ പുണ്യ മദീനയിൽ തന്നെ അന്ത്യവിശ്രമം കൊള്ളാനുള്ള അതിയായ ആഗ്രഹത്തിൽ പുണ്യ മദീനയിൽ തന്നെ ഞാൻ കഴിഞ്ഞുകൂടുകയാണ്. നിർബന്ധമായ ഒരു ഹജ്ജ് കൊണ്ട് സായൂജ്യമടഞ്ഞ് ഇവിടെ തന്നെ താമസിക്കുകയാണ്. അല്ലാഹുവിന്റെ പ്രവാചകരെ, എന്റെ ജീവിതത്തിൽ ഇനി എത്ര വർഷം കൂടി ആയുസ്സുണ്ട് എന്ന് അറിയിച്ചു തന്നാലും അത്രയും വർഷം എനിക്ക് മക്കയിൽ പോയി ഹജ്ജ് ചെയ്യാം. എന്റെ ആയുസ് അവസാനിക്കുന്ന വർഷം മദീനയിൽ തന്നെ കഴിഞ്ഞുകൂടി ഇവിടെ വഫാത്തായി അങ്ങയുടെ ചാരത്ത് എനിക്ക് അന്ത്യവിശ്രമം കൊള്ളാൻ കഴിയുമല്ലോ. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മറുപടി ഒന്നും നൽകാതെ 5 വിരൽ ഉയർത്തി സൂചന നൽകി. ഇമാം മാലിക് റഹിമഹുല്ലാഹ് ഉറക്കത്തിൽ നിന്ന് ഉണർന്നു. അല്ലാഹുവിന്റെ പ്രവാചകനോട് എന്റെ ജീവിതത്തിൽ എത്ര വർഷം കൂടി ആയുസ്സുണ്ട് എന്ന് ചോദിച്ചപ്പോൾ ഉത്തരം പറയാതെ 5 വിരൽ ഉയർത്തി സൂചന നൽകിയിരിക്കുകയാണ്. ഇതിലൂടെ 5 വർഷമാണോ, 5 പതിറ്റാണ്ടാണോ, 5 മാസമാണോ, 5 ആഴ്ചയാണോ, 5 ദിവസമാണോ, എന്താ ഉദ്ദേശം എന്ന് വ്യക്തമല്ല. അന്ന് സ്വപ്നവ്യാഖ്യാനത്തെ സംബന്ധിച്ച് പരിജ്ഞാനമുള്ള മുഹമ്മദ് ബിൻ സീരീൻ എന്ന പണ്ഡിതൻ ജീവിച്ചിരിക്കുന്ന സന്ദർഭമായിരുന്നു. ഇമാം മാലിക് റഹിമഹുല്ലാഹ് തന്റെ ഖാദിമ സേവകനെ വിളിച്ചിട്ട് ഈ സ്വപ്നത്തിന്റെ വ്യാഖ്യാനം അന്വേഷിച്ചു വരിക, സ്വപ്നം കണ്ട ആളെ അറിയിക്കരുത് എന്ന നിർദ്ദേശത്തോടെ മുഹമ്മദ് ബിൻ സീരീന്റെ അടുക്കലേക്ക് അയച്ചു. ഇമാം മാലിക്കിന്റെ സേവകൻ മുഹമ്മദ് ബിൻ സീരീന്റെ അടുക്കൽ വന്നിട്ട് സ്വപ്നം പറഞ്ഞു. മുഹമ്മദ് ബിൻ സീരീൻ ചോദിച്ചു, ആരായി സ്വപ്നം കണ്ടത്? ഇത് സാധാരണ ഒരാൾക്ക് കാണാൻ പറ്റുന്ന സ്വപ്നമല്ല. ഖാദിമ് പറഞ്ഞു, ആരാ സ്വപ്നം കണ്ടത് എന്ന് അറിയിക്കാൻ അനുവാദമില്ല. മുഹമ്മദ് ബിൻ സീരീൻ പറഞ്ഞു, അങ്ങനെയാണ് എങ്കിൽ വ്യാഖ്യാനവും പറയൂല. സേവകൻ നിരാശയോടെ ഇമാം മാലിക്കിന്റെ അടുക്കൽ മടങ്ങിയെത്തി. ആരാ സ്വപ്നം കണ്ടത് എന്ന് അറിയിക്കാതെ വ്യാഖ്യാനം പറയില്ലെന്നാ മൂപ്പര് പറയുന്നത്. ഇമാം മാലിക് പറഞ്ഞു, അങ്ങനെയാണ് എങ്കിൽ ഞാനാണ് സ്വപ്നം കണ്ടത് എന്ന് അറിയിക്കും. ഖാദിമ മുഹമ്മദ് ബിൻ സീരീന്റെ അടുക്കൽ വന്നിട്ട് പറഞ്ഞു, ഇമാം മാലിക്കാണ് ഈ സ്വപ്നം കണ്ടത്. മുഹമ്മദ് ബിൻ സീരീൻ പറഞ്ഞു, എനിക്കറിയാം, ഇമാം മാലിക്കിനെ പോലുള്ളവർക്ക് മാത്രം കാണാൻ പറ്റുന്ന ഒരു സ്വപ്നമാണിത്. ഇമാം മാലിക് റഹിമഹുല്ലാഹ് അല്ലാഹുവിന്റെ പ്രവാചകനോട് എന്റെ ജീവിതത്തിൽ എത്ര വർഷം കൂടി ആയുസ്സുണ്ട് എന്ന് ചോദിച്ചപ്പോൾ അല്ലാഹുവിന്റെ പ്രവാചകൻ 5 വിരൽ ഉയർത്തി സൂചന നൽകിയതിലൂടെ ഉദ്ദേശം 5 പതിറ്റാണ്ടല്ല, 5 വർഷവുമല്ല, 5 മാസവുമല്ല, 5 ആഴ്ചയുമല്ല, 5 ദിവസവുമല്ല. അടിസ്ഥാനപരമായ 5 കാര്യങ്ങളാണ്. അതിനെക്കുറിച്ചുള്ള അറിവ് അല്ലാഹു മാത്രമേ ഉള്ളൂ എന്ന സൂചനയാണ്. എന്നിട്ട് മുഹമ്മദ് ബിൻ സീരീൻ റഹിമഹുല്ലാഹ് അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞ ഹദീസിനെ പാരായണം ചെയ്ത് കേൾപ്പിച്ചു. ഖംസുൻ ലാ യഅലമുഹുന്ന ഇല്ലല്ലാഹ്. 5 കാര്യങ്ങളെക്കുറിച്ച് അല്ലാഹു മാത്രമേ അറിയുകയുള്ളൂ.
എന്നിട്ട് നബി തങ്ങൾ ഓതി കേൾപ്പിച്ച ആയത്ത് ഓതി കേൾപ്പിച്ചു. ഇന്നല്ലാഹ ഇൻദഹു ഇൽമുസ്സാഅ വയുനസ്സിലുൽ ഗൈബ വയഅലമു മാ ഫിൽ അർഹാം വമാ തദ്രി നഫ്സും മാദാ തക്സിബു ഗദാ وما تدري نفس بأي أرض تموت إن الله عنده علم الساعة ഈ ലോകത്തിന് എപ്പോഴാണ് അന്ത്യം സംഭവിക്കുന്നത് എന്ന് അല്ലാഹു മാത്രമേ അറിയുകയുള്ളൂ. ആകാശത്തിൽ നിന്ന് എപ്പോഴാണ് മഴ വർഷിക്കുന്നത് എന്നും അല്ലാഹു മാത്രമേ അറിയുകയുള്ളൂ. ഗർഭാശയത്തിന്റെ സമ്പൂർണമായ അവസ്ഥയും അറിയുന്നവൻ അല്ലാഹു മാത്രമാണ്. വമാ തദ്രി നഫ്സും മാദാ തക്സിബു ഗദാ, നാളെ എന്ത് സമ്പാദിക്കും എന്ന് ഒരു ശരീരത്തിനും അറിയില്ല. വമാ തദ്രി നഫ്സും ബിഅയ്യി അർദിൻ തമൂത്, ഏത് ഭൂമിയിൽ വെച്ചാണ് മരണം സംഭവിക്കുന്നത് എന്ന് ഒരാൾക്കും അറിയില്ല. ഇമാം മാലിക് അല്ലാഹുവിന്റെ പ്രവാചകനോട് എന്റെ ജീവിതത്തിൽ എത്ര വർഷം കൂടി ആയുസ്സുണ്ട് എന്ന് ചോദിച്ചപ്പോ അല്ലാഹുവിന്റെ പ്രവാചകൻ നൽകിയ സൂചന നാളെ നിനക്ക് എന്ത് സംഭവിക്കും എന്നെനിക്ക് അറിയില്ല എന്നാണ്. നാളത്തെ ഭാവി കാര്യങ്ങളെ കുറിച്ച് കൃത്യമായി അല്ലാഹു മാത്രമേ അറിയുകയുള്ളൂ. അല്ലാഹുവിന്റെ പ്രവാചകനോടുള്ള അതിയായ സ്നേഹത്തിൽ പുണ്യ മദീനയിൽ തന്നെ കഴിഞ്ഞുകൂടിയ മഹാനാണ് ഇമാം മാലിക്. അല്ലാഹുവിന്റെ പ്രവാചകന്റെ കൂട്ടത്തിൽ കഴിഞ്ഞുകൂടിയ സഹാബിമാര്, താബിഈങ്ങൾ, പണ്ഡിതന്മാര്, അവരുടെ ഹൃദയത്തിൽ അല്ലാഹുവിന്റെ പ്രവാചകനോടുള്ള സ്നേഹം വല്ലാതെ തറച്ചിരുന്നു. സ്നേഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് നിലയിലുള്ളത്. തബഈയായ സ്നേഹം, മനുഷ്യന്റെ പ്രകൃതിദത്തമായി ഹൃദയത്തിൽ ഉണ്ടാകുന്ന സ്നേഹം. രണ്ട്, അഖലിയായ കസ്ബിയായ സ്നേഹം, മനുഷ്യൻ കഠിനാധ്വാനം ചെയ്ത് ഹൃദയത്തിൽ നേടേണ്ടുന്ന സ്നേഹം. സ്നേഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൈലാനുൽ ഖൽബ് എന്നാണ്. ഹൃദയം ഒരു കാര്യത്തിലേക്ക്, ഒരു വസ്തുവിലേക്ക്, ഒരു വ്യക്തിയിലേക്ക് താല്പര്യപൂർവ്വം തിരിയുക. അതിന് കുറെ അസ്ബാബുകളുണ്ട്. തബഈയായ സ്നേഹം, മാതാപിതാക്കളോടുള്ള സ്നേഹം, മക്കളോടുള്ള സ്നേഹം, ഭാര്യയോടുള്ള സ്നേഹം, ബന്ധുമിത്രാദികളോടുള്ള സ്നേഹം, സമ്പത്തിനോടുള്ള സ്നേഹം, കച്ചവടത്തിനോടുള്ള സ്നേഹം, നമ്മളെ കെട്ടി ഉയർത്തിയിരിക്കുന്ന അമ്പലച്ചുംബിനികളായ മണിസൗധങ്ങളോടുള്ള സ്നേഹം. ഈ 8 കാര്യങ്ങളോടുള്ള സ്നേഹം തബഈയാണ്. ആരും പ്രസംഗിച്ചിട്ട് ഹൃദയത്തിൽ കേട്ടേണ്ടുന്ന ആവശ്യമില്ല. ഈ സ്നേഹത്തിന് വേണ്ടി പ്രകൃതിദത്തമായ ഹൃദയത്തിൽ ഉണ്ടായിരിക്കും. എന്നാൽ കസ്ബിയായ സ്നേഹം മനുഷ്യൻ വലിയ അധ്വാനം ചെയ്ത് ഹൃദയത്തിൽ നേടേണ്ടതാണ്. അല്ലാഹുവിനെ കുറിച്ചുള്ള സ്നേഹം, പ്രവാചക സ്നേഹം, അല്ലാഹുവിന്റെ ദീൻ ലോകത്ത് നടപ്പാക്കാനുള്ള അതിയായ ആഗ്രഹത്തിന്റെ സ്നേഹം. ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ തൗബയിൽ തബഈയായ പ്രകൃതിദത്തമായ സ്നേഹത്തെക്കുറിച്ചും മനുഷ്യൻ ഹൃദയത്തിൽ സമ്പാദിച്ച് അധ്വാനിച്ച് നേടിയെടുക്കേണ്ടുന്ന സ്നേഹത്തെക്കുറിച്ചും പറയുന്നുണ്ട്. ഈ 8 വസ്തുക്കളോടുള്ള സ്നേഹത്തെക്കാൾ മനുഷ്യൻ തന്റെ ഹൃദയത്തിൽ നേടിയെടുക്കേണ്ടുന്ന സ്നേഹം എപ്പോഴും മുന്തി നിൽക്കണം, അല്ലെങ്കിൽ പടച്ചവന്റെ ശിക്ഷ എപ്പോഴും നിങ്ങൾ പ്രതീക്ഷിക്കണം എന്നാ ഖുർആൻ പറയുന്നത്. قل إن كان آباؤكم وأبناؤكم وإخوانكم وأزواجكم وعشيرتكم وأموال اقترفتموها وتجارة تخشون كسادها ومساكن ترضونها
أحب إليكم من الله ورسوله وجهاد في سبيله فتربصوا حتى يأتي الله بأمره والله لا يهدي القوم الفاسقين. നബിയെ താങ്കൾ പറഞ്ഞു കൊടുത്ത് നിങ്ങളുടെ പിതാക്കന്മാരാണ് എങ്കിൽ അഭിനാഉക്കും നിങ്ങളുടെ മക്കളാണ് എങ്കിൽ വഅസ്വാജുക്കും നിങ്ങളുടെ ഇണകളാണ് എങ്കിൽ നിങ്ങളുടെ ഭാര്യമാരാണെങ്കിൽ വഅസീറത്തുക്കും നിങ്ങളുടെ ബന്ധുമിത്രാദികളാണെങ്കിൽ നിങ്ങൾ ഒരുമിച്ച് കൂട്ടി വച്ചിരിക്കുന്ന സമ്പത്താണ് എങ്കിൽ നഷ്ടം സംഭവിക്കുമെന്ന് നിങ്ങൾ പേടിക്കുന്ന കച്ചവടമാണ് എങ്കിൽ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന അമ്പലച്ചുംബിനികളായ നിങ്ങളുടെ വീടുകളാണെങ്കിൽ മണിസൗധങ്ങളാണെങ്കിൽ ഈ 8 വസ്തുക്കളോടുള്ള സ്നേഹം ഹൃദയത്തിൽ പ്രകൃതിദത്തമായി ഉണ്ടാകും. അഹബ്ബ ഇലൈക്കും മിനല്ലാഹി വറസൂലിഹി അല്ലാഹുവിനേക്കാൾ മുന്നിൽ നിൽക്കുന്നു എങ്കിൽ ഇവകളോടുള്ള സ്നേഹം വറസൂലിഹി അല്ലാഹുവിന്റെ പ്രവാചകനോടുള്ള സ്നേഹത്തെക്കാൾ വജിഹാദിൻ ഫീ സബീലിഹി അല്ലാഹുവിന്റെ ദീൻ ലോകത്ത് നിലനിൽക്കാൻ വേണ്ടി അല്ലാഹുവിന്റെ ദീൻ ലോകത്ത് ഉയർന്നു കാണാൻ വേണ്ടിയുള്ള പരിശ്രമത്തെക്കാൾ ഫതറബ്ബസൂ ഹത്താ യഅതി അല്ലാഹു ബിഅംരി അല്ലാഹുവിന്റെ ശിക്ഷ വരുന്നതിന് നിങ്ങൾ കാത്തിരുന്നു കൊള്ളുക. എത്ര ഗുരുതരമായ പ്രത്യാഘാതമാണ് അല്ലാഹുവിനോടും റസൂലിനോടും അല്ലാഹുവിന്റെ ദീനിന്റെ വ്യാപനത്തിനു വേണ്ടിയുള്ള പരിശ്രമത്തെക്കാൾ പ്രകൃതിദത്തമായ വസ്തുക്കളോടുള്ള സ്നേഹം മുന്തി നിന്നാൽ അല്ലാഹു അറിയിക്കുന്നു. സ്നേഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൈലാനുൽ ഖൽബ്, ഹൃദയം ഒരു വസ്തുവിലേക്ക്, ഒരു വ്യക്തിയിലേക്ക് അല്ലെങ്കിൽ ഒരു ശക്തിയിലേക്ക് താല്പര്യപൂർവ്വം തിരിയുക എന്നാണ്. ഈ ഹൃദയം താല്പര്യപൂർവ്വം ഒന്നിലേക്ക് ചെന്നണയണമെങ്കിൽ അതിന് കുറെ അസ്ബാബുകളുണ്ട്. അടിസ്ഥാനപരമായി 4 അസ്ബാബുകൾ, 4 കാരണങ്ങളുണ്ട് എങ്കിൽ ഹൃദയം അതിലേക്ക് എന്തെയും വളരെ താല്പര്യത്തോടെ ചെന്നണയും. ഒന്ന് ജമാലിയത്താണ്, സൗന്ദര്യം. സൗന്ദര്യമുള്ള വ്യക്തിയോട്, സൗന്ദര്യമുള്ള വസ്തുവിനോട്, സൗന്ദര്യമുള്ള ഒരു കാര്യത്തിനോട് ഹൃദയം താല്പര്യപൂർവ്വം ചെന്നടയുക എന്നത് നമ്മളെല്ലാവരും മനസ്സിലാക്കിയിരിക്കുന്ന ഒരു യാഥാർത്ഥ്യം. അപ്പൊ ലോകത്തെ ഏറ്റവും ഉയർന്ന സൗന്ദര്യത്തിന്റെ പ്രതീകം എന്താ? മദ്ഹറുൽ അഖം എന്താണ്? അവിടെ പരിശോധിച്ചു കഴിഞ്ഞാൽ അതിന് ഒരേ ഒരു മറുപടിയുള്ളൂ, മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ബുഖാരി ശരീഫിന്റെ റിവായത്താണ്. ബറാഅ ഇബ്നു ആസിബ് റളിയല്ലാഹു അൻഹു പറയുകയുണ്ടായി, കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അഹ്സനൻ നാസി വജ്ഹൻ വ അഹ്സനഹും ഖുലുഖ. അല്ലാഹുവിന്റെ പ്രവാചകനാണ് ലോകത്തുള്ള മുഴുവൻ മനുഷ്യരിൽ ഏറ്റവും ഉയർന്ന സൗന്ദര്യത്തിന്റെ പ്രതീകം. ലോകത്തുള്ള മനുഷ്യരിൽ ഏറ്റവും സൽസ്വഭാവിയും മുഹമ്മദാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. യൂസുഫ് നബി അലൈഹിസ്സലാമിനെ കുറിച്ച് അല്ലാഹുവിന്റെ പ്രവാചകൻ മിഅ്റാജിന്റെ രാത്രിയിൽ കണ്ടപ്പോൾ പറഞ്ഞ കാര്യം ബുഖാരി ശരീഫിൽ വരുന്നുണ്ട്. ഫഖദ് ഉഅതിയ അഹ്സന ഫഖദ് ഉഅതിയ സത്റൽ ഹുസ്നി. യൂസുഫ് നബി അലൈഹിസ്സലാമിന് സൗന്ദര്യത്തിന്റെ പകുതി നൽകപ്പെട്ടു. ഇതിന് ധാരാളം വിവക്ഷ നൽകപ്പെടുന്നു. അല്ലാഹുവിന്റെ പ്രവാചകൻ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നൽകപ്പെട്ട സൗന്ദര്യത്തിന്റെ പകുതിയാണ് യൂസുഫിന് നൽകപ്പെട്ടത്. ലോകത്തെ ഏറ്റവും ഉയർന്ന സൗന്ദര്യത്തിന്റെ പ്രതീകം മുഹമ്മദായിരുന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം. കഴിഞ്ഞുപോയ മനുഷ്യരിലും ഖിയാമത്ത് നാൾ വരെ വരാൻ
വരാനിരിക്കുന്ന മനുഷ്യരിൽ ഏറ്റവും സൗന്ദര്യം നൽകപ്പെട്ടത് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ. മഹദി ആയിഷ റളിയല്ലാഹു അൻഹ പറയുകയുണ്ടായി, യൂസുഫ് നബി അലൈഹിസ്സലാമിന്റെ സൗന്ദര്യം കണ്ടുകൊണ്ട് കയ്യിലെ ആപ്പിളുമായി കത്തിയുമായി നിന്ന സ്ത്രീകൾ അറിയാതെ യൂസുഫിന്റെ സൗന്ദര്യത്തിൽ ലയിച്ചവരുടെ വിരലുകൾ മുറിച്ചു കളഞ്ഞു എങ്കിൽ എന്റെ പ്രിയതമനായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളെ കണ്ടിരുന്നു എങ്കിൽ അവരവരുടെ കരങ്ങളെ തന്നെ മുറിച്ചു കളയുമായിരുന്നു. മഹദി ആയിഷ റളിയല്ലാഹു അൻഹ പറയുകയാണ്, വലില്ലാഫാഖി ശംസുൻ വലി ശംസുൻ വശംസുൽ ലാഫാഖി തത്ലുഉ ബിന്നഹാരി വശംസി തത്ലുഉ ബില്ലൈൽ. മഹദി ആയിഷ പറയുകയാണ്, ഈ ലോകത്തിൽ ഒരു സൂര്യനുണ്ട്. ഈ ലോകത്തിന്റെ സൂര്യത്തിന്റെ ഉദയം പ്രഭാതത്തിന്റെ തുടക്കത്തിലാണ് എങ്കിൽ എന്റെ അരുണോദയം, എന്റെ സൂര്യൻ ഉദിക്കുന്നത് രാത്രിയിലാണ് എന്ന് മഹദി ആയിഷ പറയുകയാണ് റളിയല്ലാഹു അൻഹ. അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുഖത്തു നിന്നും പരിലസിക്കുന്ന സൗന്ദര്യം കൊണ്ട് രാത്രി സമയങ്ങളിൽ എന്റെ കയ്യിൽ നിന്ന് താഴെ വീണു പോകുന്ന സൂചിയെയും നൂലിനെയും ഞാൻ കണ്ടെത്തുമായിരുന്നു. അത്രയും ഉയർന്ന സൗന്ദര്യത്തിന്റെ പ്രതീകമായിരുന്നു മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇമാം തുർമുദി അദ്ദേഹത്തിന്റെ അൽ ജാമിഇൽ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിന്റെ ഉദ്ധരണി കൊണ്ടുവരുന്നുണ്ട്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുകയാണ്, മാ റഅയ്തു ശൈഅൻ അഹ്സന മിൻ വജ്ഹി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കഅന്ന ശംസ തജ്രി ഫീ വജ്ഹിഹി. അല്ലാഹുവിന്റെ പ്രവാചകനേക്കാൾ സൗന്ദര്യവതനായ ഒരാളെയും ഞാൻ കണ്ടിട്ടില്ല. അല്ലാഹുവിന്റെ പ്രവാചകനേക്കാൾ സൗന്ദര്യമുള്ള ഒരു വസ്തുവിനെയും ഞാൻ കണ്ടിട്ടില്ല. കഅന്ന ശംസ തജ്രി ഫീ വജ്ഹിഹി. അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുഖത്ത് സൂര്യൻ ഇങ്ങനെ സഞ്ചരിക്കുന്ന പോലെ. മുഅബ്ബദ് ബിൻ അഫ്റാഖ് പറയുകയാണ്, ലൗ റഅയ്തഹു ലറഅയ്ത ശംസ താലിഅതൻ. അഥവാ നീ മുഹമ്മദിനെ സല്ലല്ലാഹു അലൈഹി വസല്ലം നോക്കുകയാണ് എങ്കിൽ ഒരു സൂര്യൻ ഉദിച്ചു നിൽക്കുന്നത് പോലെ നിനക്ക് അനുഭവപ്പെടും. അത്രയും ഉയർന്ന സൗന്ദര്യത്തിന്റെ പ്രതീകമാണ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അലി റളിയല്ലാഹു അൻഹു പറയുകയാണ്, മൻ റആഹു ബദീഹതൻ ഹാബഹു വമൻ ഖാലതഹു മഅരിഫതൻ അഹബ്ബഹു വയഖൂലു ലാഇലുഹു ലം അറ ഖബ്ലു വലാ ബഅദു മിത്ലഹു ഖത്തു. അഥവാ മുഹമ്മദിനെ ആദ്യമായി കാണുന്നയാൾക്ക് ഹൃദയത്തിൽ ഒരു പേടിയുണ്ടാകും. അത്രയും ഉയർന്ന ഗാംഭീര്യം മുഹമ്മദിന്റെ സല്ലല്ലാഹു അലൈഹി വസല്ലം മുഖത്തുണ്ടാകുമായിരുന്നു. ആരെങ്കിലും നബിതങ്ങളെ മനസ്സിലാക്കി നബിതങ്ങളുടെ കൂട്ടുകാരനായി നബിതങ്ങളുടെ കൂട്ടത്തിൽ ഇടകലർന്ന് ജീവിച്ചു കഴിഞ്ഞാൽ ആ പ്രവാചകനെ വല്ലാതെ സ്നേഹിച്ചു പോകും. അത്രയും ഉയർന്ന സൽ സ്വഭാവത്തിന്റെ ഉടമയായിരുന്നു. പ്രവാചകനെ വർണ്ണിക്കുന്ന ഏതൊരാളും പറഞ്ഞു പോകും, ലം അറ ഖബ്ലു വലാ ബഅദു മിത്ലഹു ഖത്തു. ഇതിനു മുമ്പും ശേഷവും പ്രവാചകനെ പോലെ സൗന്ദര്യമുള്ള ഒരാളെയും ഞാൻ കണ്ടിട്ടില്ല. കഅബ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഇദാ സുറ ഇസ്തനാറ വജ്ഹഹു കഅന്ന ശംസ കഅന്നഹു ഖിത്അത്തുൻ മിനൽ ഖമർ. അല്ലാഹുവിന്റെ പ്രവാചകൻ എന്തെങ്കിലും കാര്യത്തിൽ സന്തോഷിച്ചു കഴിഞ്ഞാൽ തങ്ങളുടെ മുഖം പ്രകാശപൂരിതമാകുമായിരുന്നു. ആ മുഖം കണ്ടു കഴിഞ്ഞാൽ ചന്ദ്രന്റെ ഒരു കഷണം പോലെ തോന്നും. ഇങ്ങനെ ചന്ദ്രക്കല കണക്ക് സൂര്യനെ പോലെ പ്രകാശിക്കുന്ന സൗന്ദര്യത്തിന്റെ ഉടമയായിരുന്നു മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതിന്റെ ഹദീസ് വരുന്നുണ്ട്, എല്ലാ പ്രവാചകന്മാർക്കും അല്ലാഹു നല്ല ഹുസ്നു സൂറത്ത് നൽകിയിട്ടുണ്ട്, നല്ല സൗന്ദര്യം നൽകിയിട്ടുണ്ട്. അതിലും ഏറ്റവും ഉയർന്ന സൗന്ദര്യം മുഹമ്മദിനാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സൗന്ദര്യത്തിന്റെ പേരിൽ, ജമാലിയത്തിന്റെ പേരിൽ ആരെങ്കിലും സ്നേഹിക്കുന്നു എങ്കിൽ ആ സൗന്ദര്യത്തിന്റെ മദ്ഹറുൽ അത്തമ്മ പൂർണ്ണതയുടെ പ്രതീകമാണ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് ഹസ്സാൻ ബിൻ സാബിത്ത് പാടിയത്,
وأحسن منك لم تر قط عيني وأجمل منك لم تلد النساء خلقت مبرأ من كل عيب كأنك قد خلقت كما تشاء وأحسن منك لم تر قط عيني അങ്ങേക്കാൾ സൗന്ദര്യവതനായ ഒരാളെയും എന്റെ രണ്ട് കണ്ണും കണ്ടിട്ടില്ല. വഅജ്മലു മിൻക ലം തലിദുൻ നിസാഉ ലോകത്ത് ഒരു സ്ത്രീയും അങ്ങേക്കാൾ സുന്ദരനായ ഒരു കുട്ടിയെയും പ്രസവിച്ചിട്ടില്ല. ഖുലിഖ്ത മുബറഅൻ മിൻ കുല്ലി ഐബിൻ എല്ലാ ന്യൂനതകളിൽ നിന്നും അങ്ങ് സൃഷ്ടിക്കപ്പെട്ട പോലെ കഅന്നക ഖദ് ഖുലിഖ്ത കമാ തശാഉ അങ്ങ് ആഗ്രഹിച്ച പോലെ അങ്ങേ സൃഷ്ടിക്കപ്പെട്ട പോലെ അങ്ങ് ആഗ്രഹിച്ച ശരീരഘടനയിൽ അങ്ങേ സൃഷ്ടിച്ചതുപോലെ എന്ന് ഹസ്സാൻ ബിൻ സാബിത്ത് റളിയല്ലാഹു അൻഹു നബിയെ പ്രകീർത്തിച്ചുകൊണ്ട് പാട്ടുപാടി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹസ്സാൻ ബിൻ സാബിത്തിന് മസ്ജിദുൻ നബവിയിൽ ഒരു മിമ്പർ നിർമ്മിച്ചു കൊടുത്തു. നബി തങ്ങളെ പ്രകീർത്തിച്ചുകൊണ്ട് പാട്ടുപാടാൻ വേണ്ടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വർണ്ണിച്ചുകൊണ്ട് ഹസ്സാൻ ബിൻ സാബിത്ത് ധാരാളം കവിതകൾ ആലപിച്ചിട്ടുണ്ട്. ആരെങ്കിലും സൗന്ദര്യത്തിന്റെ പേരിൽ ഈ ദുനിയാവിൽ ആരെയെങ്കിലും സ്നേഹിക്കുന്നു എങ്കിൽ അതിന്റെ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെയാണ്. മനുഷ്യന്റെ ഹൃദയത്തിൽ സൗന്ദര്യത്തിന്റെ പേരിൽ ഒരു വ്യക്തിയോട് ഒരു വസ്തുവിനോട് സ്നേഹമുണ്ടാകും. ആ സൗന്ദര്യത്തിന്റെ ഏറ്റവും ഉയർന്ന പ്രതീകമാണ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. രണ്ടാമത് മനുഷ്യന്റെ ഹൃദയത്തിൽ സ്നേഹമുണ്ടാകുന്നതിനുള്ള അസ്ബാബാണ് കമാലിയത്ത്, സമ്പൂർണത, പൂർണ്ണത. ഒരു യോഗ്യതയുള്ള ആളോട് നമ്മുടെ ഹൃദയത്തിൽ താല്പര്യം ഉണ്ടാകാറുണ്ട്. പഠിക്കാൻ സാമർഥ്യമുള്ളയാൾ, ഒരു ശാസ്ത്രജ്ഞനായ ആള്, അയാളോട് നമ്മുടെ ഹൃദയത്തിൽ സ്നേഹവും താല്പര്യവും ഉണ്ടാകാറുണ്ട്. എന്നാൽ ഏറ്റവും ഉയർന്ന പൂർണ്ണത കമാലിയത്ത് അള്ളാഹു നൽകിയത് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അള്ളാഹു നൽകിയ ബുദ്ധിശക്തി എത്ര വലുതാണ്. നബി തങ്ങൾ പറയുന്നു, അള്ളാഹു ബുദ്ധിയെ 100ആയി അംശിച്ചു. അതിൽ ഒരു ഭാഗമാണ് ലോകത്തുള്ള മുഴുവൻ മനുഷ്യർക്കും അള്ളാഹു നൽകിയത്. ലോകത്ത് ഏതെല്ലാം ചിന്തകന്മാര്, ഏതെല്ലാം എഴുത്തുകാര്, ഏതെല്ലാം ശാസ്ത്രജ്ഞർ കഴിഞ്ഞു പോയിട്ടുണ്ടോ, വരാനിരിക്കുന്നു, ഇവർക്കെല്ലാം അള്ളാഹു നൽകിയിരിക്കുന്നത് 100ആയി അംശിച്ച ബുദ്ധിയുടെ ഒരു ഭാഗം മാത്രമാണ്. അത് സർ ഐസക് ന്യൂട്ടൻ ആണെങ്കിലും, സ്റ്റീഫൻ ഹോക്കിംഗ് ആണെങ്കിലും, ഐൻസ്റ്റീൻ ആണെങ്കിലും, നമ്മുടെ വായകളിൽ എളുപ്പം തന്നെ വരുന്ന ധാരാളം സമർത്ഥരായ ആൾക്കാരുണ്ട്, യോഗ്യരും മിടുക്കരുമായ ആൾക്കാർ. അവരുടെ വാക്കുകൾ നമ്മൾ വിലമതിക്കാറുണ്ട്. നമ്മുടെ പ്രഭാഷണങ്ങളുടെ ഇടയിൽ മനസ്സുകളിൽ തെരുപ്പും കോഴിത്തെരുപ്പും ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ ഇറക്കി വെക്കാറുണ്ട്. കാരണം എല്ലാവരുടെയും ഹൃദയങ്ങളെ കവർന്നെടുത്ത സമർത്ഥരാണ് അവർക്ക്. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവർക്കൊക്കെ നൽകിയിരിക്കുന്നത് ബുദ്ധിയെ 100ആയി അംശിച്ചപ്പോൾ അതിന്റെ ഒരു ഭാഗമാണ്. ബാക്കി 99 ഭാഗവും അല്ലാഹു നൽകിയത് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക്. അതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ബുദ്ധിപരമായി ജീവിതത്തിൽ ചെയ്ത കാര്യങ്ങൾ തന്നെ ഒന്നും അസ്ഥാനത്തായി പോയിട്ടില്ല. നമുക്കറിയാം, ബുദ്ധിയും യോഗ്യതയും ഉപയോഗിച്ചുകൊണ്ട് ഗവേഷണ നിരീക്ഷണങ്ങൾ ചെയ്ത് പല നിഗമനങ്ങളിൽ എത്തിയ ആൾക്കാർ പിന്നീട് ആ നിഗമനങ്ങളിൽ നിന്ന് പിന്മാറേണ്ടി വന്നിട്ടുണ്ട്. ആ ശാസ്ത്രജ്ഞന്മാരുടെ ഗവേഷണങ്ങൾ തെറ്റാണ് എന്ന് പിൽക്കാലത്ത് പറഞ്ഞിട്ടുണ്ട്. എന്നാൽ നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരു കാര്യത്തിലും അങ്ങനെ പറയേണ്ടി വന്നിട്ടില്ല. എന്തുകൊണ്ടാണ്? നബി തങ്ങൾക്ക് അല്ലാഹു അത്രയും ഉയർന്ന പൂർണ്ണത നൽകിയത് കൊണ്ടാണ്. നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ ഒരു സഹാബി വന്നിട്ട് പറഞ്ഞു, അല്ലാഹുവിന്റെ പ്രവാചകനെ, എന്നെ അയൽവാസി
അയൽവാസി വല്ലാതെ ബുദ്ധിമുട്ടിക്കുന്നുണ്ട്. ഒരു നിലയിലും എനിക്ക് അവിടെ സ്വൈര്യമായി ജീവിക്കാൻ പറ്റുന്നില്ല. നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ബുദ്ധിപരമായി ഒരു തന്ത്രം അദ്ദേഹത്തിന് പറഞ്ഞു കൊടുത്തു. ഈ സാധനങ്ങളെല്ലാം എടുത്ത് വഴിയിൽ വന്നിരിക്കാൻ വേണ്ടി പോകും. ആരെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ വീട്ടിൽ താമസിക്കാൻ നിർവാഹമില്ല. എന്താ കാരണം? അത് അയൽവാസി ഒരു നിലയിലും സ്വൈര്യത നൽകുന്നു. ചില കാര്യങ്ങൾ നമ്മളൊന്നും ഉപദേശിച്ചാൽ നിൽക്കത്തില്ല. എന്ത് ചെയ്യും? ജനങ്ങൾ പറയുമ്പോൾ ശരിയാവും. നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അയൽവാസിയോടുള്ള കടമ വീടണം എന്ന് പറഞ്ഞയാളാണ്. പക്ഷേ ചില സന്ദർഭങ്ങളിൽ ബുദ്ധിപരമായി എങ്ങനെയാണ് വരുതിക്ക് കൊണ്ടുവരേണ്ടത് എന്ന് കൃത്യമായ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. സഹാബി നബി തങ്ങളുടെ നിർദ്ദേശം പാലിച്ചുകൊണ്ട് വീട്ടിൽ നിന്ന് സാധനങ്ങളെല്ലാം എടുത്ത് പുറത്തിറങ്ങി വഴിയിലിരുന്നു. അയൽവാസികളൊന്നും അറിയുന്നില്ല. വന്ന ആൾക്കാരോടൊക്കെ അയാള്, നിങ്ങൾ എന്താ ഈ സാധനങ്ങളുമായി ഇവിടെ ഇരിക്കുന്നത്? വീട് വിറ്റോ അതോ വീട് മറ്റാർക്കെങ്കിലും വാടകയ്ക്ക് കൊടുത്തോ? ഇല്ല, എനിക്കവിടെ താമസിക്കാൻ പറ്റില്ല. അയൽവാസി ഭയങ്കര ബുദ്ധിമുട്ടില്ല. ആൾക്കാരെല്ലാം കൂടെ അയൽവാസി എടുത്ത് നിന്ന് നിങ്ങളെ കാരണമായിട്ട് ആ പാവപ്പെട്ട ആൾ സാധനങ്ങളുമായിട്ട് വഴിയിൽ താമസിക്കുക. അയൽവാസി നേരെ ഇയാളെടുക്കൽ എന്നിട്ട് ക്ഷമാപണം നടത്തി മാപ്പ് പറഞ്ഞു. അതോ ഞാൻ നിങ്ങളെ ഉപദ്രവിക്കത്തില്ല, നിങ്ങളെ ചീത്ത പറയത്തില്ല, നിങ്ങളുടെ പുരയിടത്തിൽ വേസ്റ്റുകൾ കൊണ്ടുവന്നിടത്തില്ല, കാറ്റവും മൂത്രവും കൂടെ വിട്ടുകൊണ്ടുവന്നിടത്തില്ല. ക്ഷമാപണം ചോദിച്ച ആ സാധനങ്ങളെല്ലാം അയൽവാസികളുടെ തലയിൽ ചുമന്ന് നേരെ വീട്ടിൽ കൊണ്ടുവന്നു എന്ന് മാത്രമല്ല, എല്ലാ ദിവസവും ജോലി കഴിഞ്ഞിട്ട് അയൽവാസിയോട് എന്തെങ്കിലും ആവശ്യമുണ്ടോ എന്ന് ചോദിക്കും. എത്ര ക്ലിയറായി പോയി. ഇത് എത്ര മണിക്കൂർ ഉപദേശിച്ചാലും ചിലക്ക് തീയത്തില്ല, മനസ്സിലാവത്തില്ല. അന്നും ഇന്നും അങ്ങനെയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ബുദ്ധിപരമായി ആസൂത്രണം ചെയ്ത ഒരു കാര്യവും അസ്ഥാനത്തായി പോയിട്ടുണ്ട്. വളരെ കൃത്യമായത് സ്ഥാനത്തായിരുന്നു. കാരണം അല്ലാഹു അത്രയും ഉയർന്ന കമാലിയത്ത് ബുദ്ധിപരമായി സാമർത്ഥ്യത്തിലും മിടുക്കിലും അല്ലാഹു നൽകിയുണ്ട്. അതുകൊണ്ട് പ്രവാചക സ്നേഹം നമ്മുടെ ഹൃദയത്തിൽ പ്രവാചകനോടുള്ള കമാലിയത്ത് മനസ്സിലാക്കി ഉണ്ടാക്കേണ്ടുന്ന ഒരു യാഥാർത്ഥ്യമാണ്. ബാക്കി വിഷയങ്ങൾ ഇൻഷാ അല്ലാഹ് അടുത്ത ആഴ്ചകളിൽ നമുക്ക് ചർച്ച ചെയ്യാം. അല്ലാഹു ശരിയായി പ്രവാചകനെ പഠിക്കാനും മനസ്സിലാക്കാനും തൗഫീഖും ഹിദായത്തും പ്രദാനം ചെയ്യുമാറാകട്ടെ. വആഖിറു ദുആഇ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.